ഹായ് മക്കളെ, നമ്മുടെ ഫിസിക്സ് പരീക്ഷ കഴിഞ്ഞിരിക്കുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ഫിസിക്സ് പരീക്ഷ? എനിക്ക് തോന്നുന്നു, കാരണം മെജോറിറ്റി ഓഡിയൻസും എനിക്ക് അയക്കുന്ന റെസ്പോൺസ് എന്ന് പറയുന്നത് സാർ ലൈവിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. ചെറുതായിട്ട് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് കുറച്ച് കുഴപ്പിച്ചു, ബാക്കി എല്ലാം സെറ്റായിരുന്നു, അടിപൊളിയായിട്ട് എഴുതാൻ സാധിച്ചു. ഓർ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ എഴുതാൻ സാധിച്ചു എന്ന് മെജോറിറ്റി കുട്ടികളും എനിക്ക് അയച്ച ഫീഡ്ബാക്കുകളിലെത്തുണ്ട്. എങ്കിൽ പോലും അത്യാവശ്യം സ്റ്റാൻഡേർഡ് കൂടിയ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. സോ കുറച്ച് പേർക്കെങ്കിലും ചെറിയ രീതിയിലെങ്കിലും ബുദ്ധിമുട്ട് തോന്നാം, പക്ഷെ വലിയ കടുപ്പമേറിയ ചോദ്യ പേപ്പർ ഒന്നും അല്ല. സോ ബുദ്ധിമുട്ടാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടിയൊക്കെ അതിനെ ഓവർകം ചെയ്യേണ്ടതായിട്ടുണ്ട്. അടുത്ത പരീക്ഷയിൽ ഗംഭീരമായിട്ട് പ്രസന്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അത് മനസ്സിലാക്കി ഇതൊരു ഇനീഷ്യൽ സ്റ്റെപ്പായിട്ട് മാത്രം കണ്ടാൽ മതി. നമ്മൾ ഇവിടെ വരുത്തിയ ഓരോ പിഴവുകളും അടുത്ത പരീക്ഷയിൽ മോഡൽ എക്സാമിന് അങ്ങ് മറികടക്കുക. ഇതിനേക്കാളും മികച്ച പെർഫോമൻസ് നിങ്ങൾ മോഡൽ എക്സാമിന് വരുത്തുക. കാരണം പല കുട്ടികളും ചെയ്ത ഒരു കുഞ്ഞു തെറ്റ് ഞാൻ പറഞ്ഞുതരാം. എല്ലാവരും ലാസ്റ്റ് മൊമെന്റ് ലൈവുകൾ മാത്രമാണ് കാണുന്നത്. അതുകൊണ്ട് പല കുട്ടികളും എന്നോട് പറഞ്ഞ കാര്യം, സാറേ ഈ ചോദ്യങ്ങളൊക്കെ ഞങ്ങൾ ലൈവിൽ ഡിസ്കസ് ചെയ്തായിട്ട് കണ്ടിട്ടുണ്ട്, പക്ഷെ ഉത്തരങ്ങൾ അങ്ങ് വരുന്നില്ല. സോ അവിടെയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് ക്വസ്റ്റ്യൻസ് മാത്രം ഫെമിലിയർ ആക്കിയാൽ പോരാ, അതിന്റെ ഉത്തരങ്ങൾ കൂടി തറോയിലി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. സോ ആ ഒരു ചെറിയ പ്രശ്നം പല കുട്ടികൾക്കും ഉണ്ടായിരിക്കാം. എങ്കിൽ പോലും കോമൺ ആയിട്ട് പറയുവാണെങ്കിൽ വളരെ എളുപ്പമുള്ള ഒരു ചോദ്യ പേപ്പർ തന്നെയായിരുന്നു, ഒരു സംശയമില്ല. ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചെറുതായിട്ട് കുഴപ്പിക്കുന്നതാണെങ്കിലും ഓവർവ്യൂ നമ്മൾ എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാത്ത അത്യാവശ്യം എളുപ്പമുള്ള ഒരു ചോദ്യ പേപ്പർ ആയിരുന്നു. സോ പ്രശ്നമില്ല. ഇനി നമുക്ക് അതിന്റെ ഉത്തരങ്ങൾ പരിശോധിക്കാം. ഇവിടെ ഉത്തരങ്ങൾ എന്തിനു പറയുന്നു എന്ന് പറഞ്ഞു വെച്ചാൽ നിങ്ങൾ ശരിയായ മാർഗം മനസ്സിലാക്കണം. ഓരോ ചോദ്യങ്ങളും എങ്ങനെയാണ് പ്രസന്റ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് നിങ്ങൾ വരുത്തിയ തെറ്റുകൾ എന്ന കാര്യം നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. ഒരിക്കലും അയ്യോ എന്റെ ഉത്തരം തെറ്റിയല്ലോ, അടുത്ത പരീക്ഷ എന്റെ മോശമാവുമല്ലോ എന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. കോൺഫിഡൻസ് നഷ്ടപ്പെടുത്തരുത്. മറിച്ച് ഇവിടെ വരുത്തിയ തെറ്റുകൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ നോക്കുക. അതാണ് ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ മറ്റൊരു കാര്യം എനിക്ക് എടുത്തു പറയാനുള്ളത്, നമ്മുടെ സൈലത്തിന്റെ റിവിഷൻ നമ്മുടെ ആപ്പിനകത്ത് നമ്മുടെ അസ്ത്രയുടെ അടുത്ത ബാച്ച് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. സോ ക്രിസ്മസ് ഓഫർ നിങ്ങൾക്ക് എല്ലാവർക്കും അവൈലബിൾ ആണ്. 1750 രൂപ മാത്രമേ നമ്മുടെ ബാച്ചിനകത്തുള്ളൂ. സോ ഇനി റിമൈനിങ് ആയിട്ടുള്ള എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ എടുത്തു തരും. അതുപോലെ തന്നെ ഒന്നേന്ന് വീണ്ടും നമ്മൾ എല്ലാ കാര്യങ്ങളും റിവൈസ് ചെയ്യും, എക്സാംസ് കണ്ടക്ട് ചെയ്യും, റെക്കോർഡ് കണ്ടന്റ്സും അതുപോലെ തന്നെ ലൈവും ഫോർമുല ഷീറ്റുകളും ഇൻസ്റ്റാളുകളും എല്ലാ ഫീച്ചേഴ്സും ആപ്പിനകത്തുണ്ട്. സോ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ സ്ട്രക്ചേർഡ് ആയിട്ട് എനിക്ക് പഠിക്കണം, ലാസ്റ്റ് മൊമെന്റ് പഠിച്ചാൽ പോരാ എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉറപ്പായും അഡ്മിഷൻ എടുക്കണം. ഒരു മടിയും കാണിക്കരുത്. സോ നമുക്ക് ഓരോരോ ചോദ്യങ്ങളിലോട്ട് കിടക്കാം. തയ്യാറല്ലേ മക്കളെ? ഓരോരോ ചോദ്യങ്ങളിലോട്ട് കിടക്കാം. റെഡി അല്ലേ? യെസ് ഗൈസ്, വി ആർ മൂവിംഗ് ഫോർവേഡ്. സോ ആദ്യത്തെ ചോദ്യം വളരെ എളുപ്പമുള്ള ചോദ്യമായിരുന്നു. ഇന്ന് രാവിലത്തെ 25 ചോദ്യങ്ങളിൽ ഇതിന് സമാനമായ സിമിലർ ആയ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ വർക്ക്ഔട്ട് ചെയ്തായിരുന്നു. ഐ തിങ്ക് നമ്മൾ ഗ്ലാസിന്റെ ആയിരുന്നു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിച്ചത്. സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഡയമണ്ടിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. നമുക്ക് ആ ഫോർമുലയൊക്കെ അറിയുന്നതല്ലടാ മക്കളെ. എന്താണ് ഇക്വേഷൻ? യെസ്, n = c/v ആണ്. c എന്ന് പറഞ്ഞാൽ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ഓർ എയർ. എത്രയാണ്? 3 × 10⁸ ആണ്. ഡിവൈഡ് ബൈ v എത്രയാണ് മക്കളെ? ഡയമണ്ട് അല്ലടാ. സോ 1.25 × 10⁸. ഉത്തരം എത്രയാണ് കിട്ടുക? 2.40 ആണ് കിട്ടുക. യൂണിറ്റ് ഒന്നും വേണ്ട. ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ, 2.40. ഇത് ചെയ്യണമെന്നുമില്ല. നിങ്ങൾ നേരിട്ട് ഉത്തരം എഴുതിയാലും ചിലപ്പോൾ മാർക്ക് കിട്ടിയെന്ന് വരും. കാരണം ഒരു മാർക്കിന്റെ ചോദ്യം ആയതുകൊണ്ട് എങ്കിലും നിങ്ങൾ ഇത് പ്രൊസീഡ് ചെയ്തു മനസ്സിലാക്കണം. എങ്ങനെ കിട്ടി എന്നറിയണം. ഇന്ന് രാവിലത്തെ ലൈവിൽ ഇതേപോലുള്ള ചോദ്യം വർക്ക്ഔട്ട് ചെയ്താണ്. ലൈവ് കണ്ടവർക്ക് അത് റിലേറ്റ് ചെയ്യാൻ സാധിക്കും അല്ലേ? റൈറ്റ്, അടുത്തലോട്ട് കിടക്കട്ടെ. നെക്സ്റ്റ് വൺ സിമ്പിൾ ആയൊരു ചോദ്യമാണ്. എപ്പോഴും നമ്മൾ പറയാറുണ്ട്, അതായത് ഓരോ ഇൻസ്ട്രുമെന്റ്സിന്റെയും അല്ലെങ്കിൽ ഓരോ ഡിവൈസിന്റെയും വർക്കിംഗ് പ്രിൻസിപ്പിൾ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. കാരണം എപ്പോഴും വർക്കിംഗ് പ്രിൻസിപ്പിൾ ചോദിക്കാറുണ്ട്. ഇന്നലെയും ഞാനൊരു ടേബിൾ നൽകിയിട്ട് മാച്ച് ദ ഫോളോയിങ് എന്ന രീതിയിൽ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിളിന്റെ ചാർട്ട് നിങ്ങൾക്ക് നൽകിയിരുന്നു. സോ അതിന് സിമിലർ ആയ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. എന്താണ്? ഇവിടെ സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് ആയിട്ടാണ് പറയുന്നത്, വേറെ ഒന്നുമല്ല. ഫൈൻഡ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ദ ഫോളോയിങ് ഡിവൈസ്. താഴെ നൽകിയിരിക്കുന്ന ഉപകരണങ്ങളുടെ അടിസ്ഥാനത്തുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ ഉണ്ട്, AC ജനറേറ്റർ ഉണ്ട്, മൂവിംഗ് കോയിൽ മൈക്രോഫോൺ ഉണ്ട്, ഇലക്ട്രിക് മോട്ടർ ഉണ്ട്. സോ അതുമായി ബന്ധപ്പെട്ട താഴെയുള്ള സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഡിവൈസ് 1 and 2 വർക്ക് ബേസ്ഡ് ഓൺ മോട്ടോർ പ്രിൻസിപ്പിൾ. തെറ്റല്ലടാ. ജനറേറ്റർ ഒരിക്കലും മോട്ടോർ പ്രിൻസിപ്പിളിന്റെ അടിസ്ഥാനത്തിലല്ല. നമുക്ക് എല്ലാത്തിനെയും പ്രിൻസിപ്പിൾ ഒന്ന് എഴുതി വെക്കാം അല്ലെ? സോ മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ ആണെങ്കിലോ അത് മോട്ടോർ പ്രിൻസിപ്പിൾ ആണ്. ജനറേറ്റർ ആണെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. മൂവിംഗ് കോയിൽ മൈക്രോഫോൺ ആണെങ്കിലോ അതും ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. ഇലക്ട്രിക് മോട്ടോർ ആണെങ്കിൽ അത് മോട്ടോർ പ്രിൻസിപ്പിൾ ആണ്. സെറ്റല്ലേ? ഇത്രയും കാര്യം നമുക്ക് അറിയാം. ഇനി താഴോട്ട് വാടാ. ഡിവൈസ് 1 and 2 വർക്ക്സ് ഓൺ മോട്ടോർ പ്രിൻസിപ്പിൾ. തെറ്റാണ്. അടുത്ത ഡിവൈസ് 2 and 4 2ഉം 4ഉം എന്തിന്റെ അടിസ്ഥാനത്തിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. അതും തെറ്റാണ്. കാരണം 4 ഇലക്ട്രിക് മോട്ടോർ ആണ്. സോ മോട്ടോർ പ്രിൻസിപ്പിൾ ആണ്. ഡിവൈസ് 3 and 4
3ഉം 4ഉം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? ഇലക്ട്രോമാഗ്നറ്റിക് ഡിവിഷൻ. അതും തെറ്റാണ്, കാരണം 4 എന്ന് പറഞ്ഞാൽ മോട്ടോർ പ്രിൻസിപ്പിൾ ആണ്. സോ ലാസ്റ്റ് വൺ, ഡിവൈസ് 1 and 4 വർക്ക്സ് ഓൺ മോട്ടോർ പ്രിൻസിപ്പിൾ. അതാണ് നമ്മുടെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. കൃത്യമായിട്ട് പഠിച്ചൊരു കുട്ടിക്ക് ഈസി ആയിട്ട് 1 മാർക്ക് അടിച്ചെടുക്കാൻ പറ്റുന്ന ചോദ്യമാണ്. മനസ്സിലാക്കി പഠിച്ച ഒരാളാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് മാർക്ക് അടിച്ചെടുക്കാൻ സാധിക്കും, ഒരു സംശയം വേണ്ട. നെക്സ്റ്റ് വൺ, സിമ്പിൾ ചോദ്യമാണ്. സോ ഇന്നലത്തെ ലൈവിൽ എല്ലാ ഫോർമുലാസും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നാണ്. സോ അതിനകത്ത് ഓരോന്നിന്റെയും ഫോർമുല സെപ്പറേറ്റ്ലി എടുത്ത് നിങ്ങൾക്ക് പറഞ്ഞു തന്നാണ്. സോ അതുപോലെ ഒരു ചോദ്യമാണ്. പക്ഷെ ഇതിനകത്ത് ഡയറക്റ്റ് ആയിട്ടല്ല, ഒന്ന് സിമ്പിൾ ആയിട്ട് ഒന്ന് ആലോചിച്ചാൽ കിട്ടുന്ന പോലത്തെ ഒരു ഉത്തരമാണ്. ഒന്ന് നോക്കിക്കണം മക്കളെല്ലാവരും. മിറർ ഫോർമുലിന്റെ റീഅറേഞ്ച്മെന്റ് ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. 1/f = 1/u + 1/v ആണ്. അപ്പൊ u = v - f / vf ആണോ? ഒരിക്കലുമല്ല, അത് തെറ്റാണ്. വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, പക്ഷെ അത് തെറ്റാണ്, ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ഇതിനകത്ത് ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും 1/v = എന്താണ്? 1/f - 1/u ആണ്. പക്ഷെ അതുണ്ടോടാ? 1/v ഇല്ല, 1/u = ആണുള്ളത്. സോ 1/u = 1/f - 1/v. സംശയമില്ലാലോ? യെസ്, ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. സോ ഇതാണ് നമ്മുടെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. 1/u = 1/f - 1/v. സിമ്പിൾ ആയിട്ട് നമുക്ക് അടിച്ചെടുക്കാൻ പറ്റുന്ന മാർക്കലടാ. അടുത്ത 1 മാർക്കും നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുങ്ങിയില്ലടാ മക്കളെ, ഒരു സംശയം ഇല്ലാലോടാ. ഇന്നലെ പഠിപ്പിച്ചു തന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫോർമുല ഓറിയന്റഡ് ആയ ഒരു ക്വസ്റ്റൻ ആണ്, അടിച്ചെടുക്കാൻ പറ്റുന്നതാണ്. അടുത്ത സ്നെൽസ് ലോ sin I/sin r = റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. എയറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സിംപ്ലി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അല്ലെങ്കിൽ എന്ത് പറയാം, നമുക്ക് അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ്, അതൊന്നും ഇവിടെ ഇല്ല. അപ്പൊ സിംപ്ലി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി. റൈറ്റ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, വേറെ ഒന്നും നിങ്ങൾക്ക് വേണ്ട, അത് തന്നെയാണ് ഉത്തരം, ഒരു സംശയവും വേണ്ട. അടുത്ത കിണ്ണം കാച്ചിയ ചോദ്യം. ഇന്നലെ ഇതിന് സമാനമായ ചോദ്യം നമ്മൾ വർക്ക്ഔട്ട് ചെയ്തായിരുന്നു. സെന്റർ ഓഫ് കർവേച്ചറിൽ ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ് ഇമേജ് ഫോർമേഷൻ നടക്കുക? സെന്റർ ഓഫ് കർവേച്ചറിൽ തന്നെയായിരിക്കും ഇമേജ് ഫോർമേഷൻ നടക്കുക. വക്രതാ കേന്ദ്രത്തിൽ തന്നെയായിരിക്കും. സോ മാഗ്നിഫിക്കേഷൻ എന്തായിരിക്കും? മക്കളെ, ഇവിടെ വസ്തുവിന്റെ ഉയരവും പ്രതിബിംബത്തിന്റെ ഉയരവും ഒന്ന് തന്നെയാണ്, പക്ഷെ റിയൽ ഇമേജ് ആയതിനാൽ തന്നെ മാഗ്നിഫിക്കേഷൻ -1 ആണ്. എല്ലാവരും ഇത് ശരിയാക്കിയിട്ടുണ്ടാവും എന്ന കാര്യം എനിക്ക് ഉറപ്പാണ്. കാരണം ഇന്നലെ ലൈവിൽ ഇതേപോലുള്ള ചോദ്യം വർക്ക്ഔട്ട് ചെയ്തപ്പോൾ മുഴുവൻ മക്കളും ചാറ്റ് ബോക്സിൽ ശരി ഉത്തരമായിരുന്നു പറഞ്ഞത്. സോ ലൈവ് കണ്ട ഒരു കുട്ടിയാണെങ്കിൽ അടിപൊളിയായിട്ട് ഇതിന്റെ ഉത്തരം കമന്റ് ചെയ്തിട്ടുണ്ടാവും. m = -1 ആണ് ശരിയായ ഉത്തരം. പഠിക്കേണ്ടതാണ്, വെരി ഇമ്പോർട്ടന്റ്. റൈറ്റ്, അടുത്ത ഇനി പഠിക്കേണ്ടതായിട്ട് അല്ല, കാരണം പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ്. അടുത്ത, വാട്ട് ഹാപ്പൻസ് ടു ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് ഡെവലപ്ഡ് ഇൻ എ സർക്യൂട്ട് ഓൺ ഇൻക്രീസിംഗ് ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് വൈൽ കീപ്പിംഗ് ദ വോൾട്ടേജ് കോൺസ്റ്റന്റ്? വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയിട്ട് റെസിസ്റ്റൻസ് കൂട്ടിയാൽ ഹീറ്റിന് എന്ത് മാറ്റം സംഭവിക്കുമെന്നാണ് ചോദ്യം. ഇക്വേഷൻ അറിയാം, h = v²/r × t ആണ്. വോൾട്ടേജ് കോൺസ്റ്റന്റ് ആണ്. സോ ഇവിടെ റെസിസ്റ്റൻസ് കൂട്ടുകയാണ്, ഹീറ്റ് എന്ത് ചെയ്യും മക്കളെ? ഹീറ്റ് കുറയും. നമ്മൾ ഇതിന് സമാനമായ ഇക്വേഷൻ ചോദ്യം ചെയ്തായിരുന്നു, പക്ഷെ അവിടെ എന്തായിരുന്നു? റെസിസ്റ്റൻസ് കുറയാൻ വേണ്ടിയിട്ടാണ്. സോ ആ രീതിയിലായിരുന്നു നമ്മൾ റിലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടല്ലോടാ? യെസ്, റെസിസ്റ്റൻസ് കുറഞ്ഞാലാണ് ഹീറ്റ് കൂടുക എന്ന രീതിയിൽ നമ്മൾ ഇന്ന് രാവിലെ ഒരു ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്ത്. ഇവിടെ നേരെ അതിന് ഓപ്പോസിറ്റ് ആണ്. റെസിസ്റ്റൻസ് കൂടിയാൽ ഹീറ്റിന് എന്ത് മാറ്റമാണ് സംഭവിക്കുക? ഹീറ്റ് കുറയും. ഹീറ്റ് വിൽ ഡിക്രീസസ്. ക്ലിയർ അല്ലടാ? കാര്യം കൃത്യമായിട്ട് മനസ്സിലായില്ലേ? അടിപൊളിയായിട്ട് മനസ്സിലായി. വാട്ട് ഹാപ്പൻസ് ടു ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് ഡെവലപ്ഡ് ഇൻ എ സർക്യൂട്ട് ഓൺ ഇൻക്രീസിംഗ് ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ്? റെസിസ്റ്റൻസ് കൂടിയാൽ ഹീറ്റ് കുറയും. 1 മാർക്കിന്റെ ചോദ്യം ട്ടോ. അടുത്ത, ഒപ്റ്റിക്കൽ ഫൈബർ നമുക്ക് അറിയുന്ന സിമ്പിൾ ആയ ചോദ്യമാണ്. പലരും അയ്യോ ടെലികമ്മ്യൂണിക്കേഷൻ, ഇപ്പൊ ഒരു കൊച്ചെന്നെ വിളിച്ചിട്ട് സാർ ടെലികമ്മ്യൂണിക്കേഷൻ കണ്ടപ്പോൾ ഞാൻ വേറെ ഒന്നും എഴുതി വെച്ചു സാർ, എനിക്ക് മനസ്സിലായില്ല. എടാ, ടെലികമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലടാ, കമ്മ്യൂണിക്കേഷൻ ചാനലാണ് ഈ പറയുന്ന ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറയുന്നത്. അതിന്റെ അഡ്വാൻറ്റേജ് എന്താണ്? ആദ്യം നമുക്കറിയാം, അത് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ്. ശരിയല്ലേ? അത് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഉപകരണമാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഒപ്റ്റിക്കൽ ഫൈബർ യൂസ് ചെയ്യുന്നത്? അഡ്വാൻറ്റേജ് എന്താണ്? ഇന്ന് ഞാൻ പറഞ്ഞു തന്ന കാര്യമാണ്. എനർജി ലോസ് ഉണ്ടാവില്ല. നോ എനർജി ലോസ്. ഞാൻ ഒരു പോയിന്റ് ആയിരുന്നു പറഞ്ഞു തന്നത്, പക്ഷെ ഒരു പോയിന്റ് കൂടി എഴുതണം. അതെന്ന് വെച്ചാൽ സ്പീഡ് ആയിരിക്കും, വളരെ സ്പീഡായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ നടക്കും. സ്ലോ അല്ല. അതുപോലെ തന്നെ ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ നടക്കും. ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. സോ എനർജി ലോസ് ഇല്ല, സ്പീഡായിട്ട് കമ്മ്യൂണിക്കേഷൻ നടക്കും. അതുപോലെ തന്നെ ലോങ് ഡിസ്റ്റൻസ് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. അതിന്റെ അപ്ലിക്കേഷൻ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. സെറ്റ് അല്ലേ? അടിപൊളിയായിട്ട് മാർക്ക് നേടാൻ പറ്റുന്ന ചോദ്യമല്ല, സിമ്പിൾ ആയിട്ട് അടിച്ചെടുക്കാൻ പറ്റുന്ന ചോദ്യമല്ലടാ. അടുത്ത, നെക്സ്റ്റ് വൺ, write down the major limitation of transmission of electricity from power station to distant places. എന്താണ് മെയിൻ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ? നമ്മൾ പഠിച്ച കാര്യമാണ്. യെസ്, ട്രാൻസ്മിഷൻ ലോസ് നമ്മൾ പഠിച്ചായിരുന്നു. ഹീറ്റ് ലോസ് പഠിച്ചായിരുന്നില്ലേ? ശരിയല്ലേ? ഹീറ്റ് ലോസ് ഇവിടെ സംഭവിക്കും. ലോങ് ഡിസ്റ്റൻസിലോട്ട് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ താപരൂപേണ ഊർജ്ജ നഷ്ടം സംഭവിക്കും. പഠിച്ച കാര്യമാണ്. അതെങ്ങനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും? നമ്മളത് പ്രിവെന്റ് ചെയ്യാൻ വോൾട്ടേജ് കൂട്ടിയാൽ മതി, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഉപയോഗിച്ചാൽ മതി. ഇന്നലെ ഈ കാര്യം പഠിച്ചതാണ്. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ഇന്നലെ വർക്ക്ഔട്ട് ചെയ്താണ്. ലൈവ് കണ്ട കുട്ടികൾക്ക് അതറിയാം. സിമിലർ ക്വസ്റ്റ്യൻ, ഇതേ ചോദ്യം നമ്മൾ ഇന്നലെ വർക്ക്ഔട്ട് ചെയ്താണ്. ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. സെറ്റ് അല്ലേ? റൈറ്റ്, ഓക്കെ. അടുത്തലോട്ട് കിടക്കട്ടെ.
യെസ്, മ്യൂച്വൽ ഇൻഡക്ഷൻ ഓറിയന്റഡ് ആയ ഒരു ചോദ്യമാണ്, സിമ്പിൾ ആയ ഒരു ചോദ്യമാണ്, വലുതായിട്ട് ഒന്നും നിങ്ങളെ കുഴപ്പിക്കാത്ത ഒരു ചോദ്യമാണ്. ശ്രദ്ധിക്കണം. നെയിം ദ ഫിനോമിന വിച്ച് ഈസ് ഇൻ വിച്ച് ദ ഇൻഡ്യൂസ്ഡ് ഇൻ ദ സെക്കൻഡറി കോയിൽ. ഒന്നുമില്ല, നെയിം ദ ഫിനോമിന ഇൻ വിച്ച് കറന്റ് ഈസ് ഇൻഡ്യൂസ്ഡ് സെക്കൻഡറി കോയിൽ. പ്രൈമറി കോയിലിലെ നോക്കടാ, പ്രൈമറി കോയിലിലെ മാറ്റം മൂലം സെക്കൻഡറി കോയിൽ EMF ഇൻഡ്യൂസ് ചെയ്യുന്ന ഫിനോമിന ഏതാണ്? ബൾബ് ഫ്ലിക്സ് വെൻ സ്വിച്ച് ഓൺ. സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ബൾബ് കത്തുന്നുണ്ട്. അതിന് കാരണം എന്താണ്? ഒരു സംശയവും വേണ്ട, IPL പ്രധാനപ്പെട്ട ടീമാണെന്നുകൊണ്ട് ഞാൻ എപ്പോഴും ഓർമ്മിപ്പിക്കാറുണ്ട്, മുംബൈ ഇന്ത്യൻസ്. ദാറ്റ് ഈസ് മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ് അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. സജസ്റ്റ് എ മെത്തേഡ് ടു ബൾബ് കണ്ടിന്യൂസ്ലി കത്താൻ നമ്മൾ എന്ത് ചെയ്യണം? ബൾബ് കണ്ടിന്യൂസ്ലി കത്താൻ എന്ത് ചെയ്യണം? ഇവിടെയുള്ള DC-ക്ക് പകരം നമ്മൾ എന്ത് ഫിക്സ് ചെയ്യണം? AC ഫിക്സ് ചെയ്യണം. DC-ക്ക് പകരം എന്ത് വെക്കണം മക്കളെ? AC വെക്കണം. എങ്കിൽ മാത്രമേ മ്യൂച്വൽ ഇൻഡക്ഷനിൽ കണ്ടിന്യൂസ്ലി ആ ബൾബ് കത്തത്തുള്ളൂ. പറഞ്ഞു തന്നതാണ്, പഠിപ്പിച്ചതാണ്. സെറ്റ് ക്വസ്റ്റ്യൻ, അടിപൊളി ചോദ്യമാണ്. അടുത്തലോട്ട് ഇറങ്ങാലോ. നെക്സ്റ്റ് 1 3-pin പ്ലഗ് ഓറിയന്റഡ് ആയ ക്വസ്റ്റ്യൻ. എപ്പോഴും ഞാൻ പറയുന്നതാണ്, ഈ ചോദ്യം വരും, ഇത് പഠിക്കണം. എന്തുകൊണ്ടാണ് ആ പിന്നിന് നീളം കൂടുതൽ, വണ്ണം കൂടുതൽ എന്ന കാര്യം എപ്പോഴും ഞാൻ നിങ്ങളെ എടുത്തെടുത്തെടുത്ത് പഠിപ്പിക്കുന്ന കാര്യമാണ്. അതേ ചോദ്യം, ഏത് പിന്നിനാണ് നീളവും വണ്ണവും ഒക്കെ കൂടുതൽ? അത് എർത്ത് പിന്നിനായിരിക്കും. വാട്ട് ഈസ് അഡ്വാൻറ്റേജ് ഓഫ് ദിസ് പിൻ? ആ പിന്നിന്റെ അഡ്വാൻറ്റേജ് എന്താ മക്കളെ? ഒരു തിയററ്റിക്കലി നിങ്ങൾ എഴുതിയാൽ മതി. എർത്ത് പിന്ന് നീളവും വണ്ണവും കൂടുതലാണെങ്കിൽ, എന്തെങ്കിലും ഇലക്ട്രിക് ലീക്കേജ് ഉണ്ടെങ്കിൽ ആ അധികമായി വരുന്ന കറണ്ട് നേരെ ഭൂമിക്കടിയിലോട്ട് പോകും. നമുക്ക് ഷോക്ക് ഏൽക്കില്ല. നമ്മളെ ഇലക്ട്രിക് ഷോക്കിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ എർത്തിങ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? എർത്ത് പിന്ന് വണ്ണവും നീളവും കൂട്ടുമ്പോൾ നമുക്ക് ഷോക്ക് ഏൽക്കാതെ ആ അധികമായിട്ട് വരുന്ന കറണ്ടിനെ ഭൂമിക്കടിയിലോട്ട് പറഞ്ഞയക്കാൻ വേണ്ടിയിട്ടാണ് എർത്ത് പിന്നിന് നീളവും വണ്ണവും കൂടുതലാക്കി വെച്ചിരിക്കുന്നത്. അതാണ് ഉത്തരം. അത് എഴുതിയിട്ടുണ്ടാവുന്ന എനിക്ക് ഉറപ്പാണ്, കാരണം ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു ചോദ്യമാണ്. ഫൈൻ. അടുത്ത, ഇനിയാണ് നമ്മുടെ ന്യൂമറിക്കൽസിന്റെ ലോകം വരുന്നത്. പലരും ഇവിടെ മുതലായിരിക്കും തെറ്റിക്കാൻ പോകുന്ന ന്യൂമറിക്കൽസ്. ഇവിടെ മുതലുള്ള ന്യൂമറിക്കൽസ് പലരുടെയും തെറ്റാവാൻ സാധ്യതയുണ്ട്. എങ്കിലും നമുക്ക് പതിയെ ഒന്ന് പരിശോധിക്കാൻ നോക്കണം. ഒരു കോൺകേവ് മിറർ ഉണ്ട്. അതിന്റെ ഫോക്കൽ ലെങ്ത് എത്രയാണെന്നാ പറയുന്നത്? -20 സെന്റിമീറ്റർ. സംശയമില്ല, കോൺകേവ് അല്ലടാ. ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്ന U ഈക്വൽ എത്രയാണ്? -30 സെന്റിമീറ്റർ. ഫൈൻഡ് ദ മാഗ്നിഫിക്കേഷൻ ഓഫ് ദി ഇമേജ്. നമുക്ക് M ആണ് കണ്ടുപിടിക്കുക, മാഗ്നിഫിക്കേഷൻ ആണ് കണ്ടുപിടിക്കുന്നത്. നമുക്ക് ഒരിക്കലും ഫോക്കൽ ലെങ്ത്തും അതുപോലെ തന്നെ ഒബ്ജക്ട് ഡിസ്റ്റൻസും വെച്ച് മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാൻ പറ്റില്ല. മാഗ്നിഫിക്കേഷന്റെ ഫോർമുല നിങ്ങൾക്കറിയാം. either -V/U വേണം, അല്ലെങ്കിൽ HI/H0 വേണം. നമുക്ക് V കണ്ടുപിടിച്ചാലോടാ. V കണ്ടുപിടിക്കാം. V ഈക്വൽ എന്താടാ? UF ഡിവൈഡഡ് ബൈ U മൈനസ് F ആണ്. സോ U എത്രയാണ്? U എന്ന് പറഞ്ഞാൽ -30 ആണ്. -30 ഇൻറ്റു F -20 ആണ്. ഡിവൈഡഡ് ബൈ -30 മൈനസ് ഓഫ് -20 എന്ന് വരും. 600 ഡിവൈഡഡ് ബൈ -10 എന്ന് വരും. വെട്ടിക്കളഞ്ഞാലോ? ഈക്വൽ എത്ര വരൂടാ? -60 സെന്റിമീറ്റർ. എത്രയാണ് മക്കളെ? -60 സെന്റിമീറ്റർ ആണ് നമ്മൾ എന്ത് പറയുക? ഇമേജ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ -60 സെന്റിമീറ്റർ ആണ്. ഇനി മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാലോ. M ഈക്വൽ ടു -V/U ആണ്. സോ M ഈക്വൽ ടു മൈനസ് ഓഫ് V എത്രയാണ് മക്കളെ? -60 ആണ്. U എത്രയാണ് മക്കളെ? U എന്ന് പറഞ്ഞു വെച്ചാൽ -30 ആണ്. സോ എത്ര വരും? 60 ഡിവൈഡ് ബൈ -30 ഈക്വൽ ടു -2. സോ ആവർത്തനം എത്രയാണ് മക്കളെ? മാഗ്നിഫിക്കേഷൻ എത്രയാണ് മക്കളെ? -2 ആണ് മാഗ്നിഫിക്കേഷൻ. കൃത്യമായിട്ട് പഠിച്ചെടുക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. പരീക്ഷകളിൽ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം നമ്മൾ ഇതാ ക്രാക്ക് ചെയ്തിരിക്കുന്നു. റെഡി അല്ലേ? അടുത്തതിലൂടെ നടന്നാലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം 12ാമത്തെ ചോദ്യത്തിലൂടെ നടക്കുന്നു. ഏറ്റവും സിമ്പിൾ ആയ ചോദ്യമാണ്. എപ്പോഴും ഞാൻ പറയുന്നതാണ്, ഞാൻ ആ ഷോർട്ട് വീഡിയോയ്ക്കകത്തും പറഞ്ഞു, ട്രാൻസ്ഫോമറിന്റെ ക്ലാസിഫിക്കേഷൻ ചോദിക്കാറുണ്ട്. എല്ലാ ട്രാൻസ്ഫോമറിന്റെ പ്രോപ്പർട്ടീസ് പഠിക്കുക 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 എന്ന് പറയാനുള്ള കാരണം ഇത് തന്നെയാണ്. ട്രാൻസ്ഫോമറിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് ചോദിച്ചിട്ട് അടിച്ചെടുക്കാൻ പറ്റില്ലേ? വാടാ മക്കളെ. സ്വാധ്യത തിക്നെസ് ഓഫ് ദ പ്രൈമറി ഈസ് ഗ്രേറ്റർ ദാൻ തിക്നെസ് ഓഫ് ദ സെക്കൻഡറി. TP ഈസ് ഗ്രേറ്റർ ദാൻ TS എന്നാണ് പറയുന്നത്. ഇത് ഏത് ട്രാൻസ്ഫോമർ ആണ്? TP ഈസ് ഗ്രേറ്റർ ദാൻ TS എന്ന് പറഞ്ഞാൽ ഏത് ട്രാൻസ്ഫോമറാ മക്കളെ? ഒരു സംശയവും വേണ്ട, ഇത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ്. അടുത്തത്, തിക്നെസ് ഓഫ് ദ സെക്കൻഡറി കോയിൽ ഈസ് ഗ്രേറ്റർ ദാൻ തിക്നെസ് ഓഫ് ദ പ്രൈമറി കോയിൽ. TS ഈസ് ഗ്രേറ്റർ ദാൻ TP. ഇതേത് ട്രാൻസ്ഫോമർ മക്കളെ? ഇത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്, സംശയം വേണ്ട. അടുത്തത്, ഇൻപുട്ട് കറണ്ട് ഈസ് ഗ്രേറ്റർ ദാൻ ഔട്ട്പുട്ട് കറണ്ട്. IP ഈസ് ഗ്രേറ്റർ ദാൻ IS. ഏത് ട്രാൻസ്ഫോമർ ആ മക്കളെ? പ്രൈമറി കറണ്ട് സെക്കൻഡറിയേക്കാളും കൂടുതലാണെങ്കിൽ ഏതാണ്? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ്. അടുത്തത്, ഔട്ട്പുട്ട് കറണ്ട് ഈസ് ഗ്രേറ്റർ ദാൻ ഇൻപുട്ട് കറണ്ട്, അഥവാ IS ഈസ് ഗ്രേറ്റർ ദാൻ IP എന്നാണ് പറയുന്നത്. ഔട്ട്പുട്ട് കറണ്ട് ഈസ് ഗ്രേറ്റർ ദാൻ ഇൻപുട്ട് കറണ്ട്. ഒരു സംശയമില്ല, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. നെക്സ്റ്റ് വൺ, number of turns in the primary coil is greater than secondary coil. NP is greater than NS എന്നാണ് പറയുന്നത്. അതെന്താണ്? അത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. NP is greater than NS എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. number of turns in the secondary coil is greater than primary coil. so NS is greater than NP എന്നാണ് പറയുന്നത്. അതേതാണ് മക്കളെ? അത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ്. കൃത്യമായിട്ട് മനസ്സിലായില്ലേ? സോ എല്ലാം പഠിച്ചു വെക്കുക. ഇത് പഠിപ്പിച്ചു തന്നതാണ്. എടുത്തെടുത്ത് പഠിപ്പിച്ചു. അത് തെറ്റിച്ച ഒലക്കെഴുതിയാണ് അടിക്കുക. കാരണം അത്രയും ഞാൻ തൊണ്ട പൊട്ടി പഠിപ്പിച്ചെന്ന ചോദ്യമാണ്. ഇന്നലത്തെ ഷോർട്ട് വീഡിയോ
വീഡിയോസിൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്നലത്തെ ലൈവിൽ ഞാൻ ഇതുപോലെ വലിയൊരു ക്ലാസിഫിക്കേഷൻ നിങ്ങൾക്ക് നൽകിയിരുന്നു. സോ എല്ലാവരും പഠിക്കേണ്ട ചോദ്യമാണെന്ന് പല കുറി പറഞ്ഞ ചോദ്യമാണ്. എല്ലാവർക്കും ഇതിന്റെ മാർക്ക് അടിച്ചെടുക്കാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏകദേശം 3 മാർക്കാണ്, വിലപ്പെട്ട 3 മാർക്ക് നിങ്ങളുടെ കൈവശം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു. റൈറ്റ്, ഓക്കെ, അടുത്തതിലൂടെ നടക്കുന്നു. സിമ്പിൾ അല്ലടാ മക്കളെ, ഇതിൽ എങ്ങനെയാ നിങ്ങൾ തെറ്റിക്കുക? ഇതൊക്കെ തെറ്റിച്ചവന്മാർ ഇങ്ങോട്ട് വന്നാൽ ഞാൻ അവരെ ഇടിക്കും. സിമ്പിൾ ആയ ക്വസ്റ്റ്യൻ ആണടാ. പിന്നെ പലർക്കും അയ്യോ സാർ ഇങ്ങനെയൊക്കെ പറയുന്നു, പക്ഷെ എനിക്കിതൊന്നും ഉത്തരം കിട്ടിയില്ല എന്ന് തോന്നുന്ന കുറച്ച് മക്കളുണ്ടാവും. തീർച്ചയായും അവരെ ഞാൻ കുറച്ച് കാണുകയോ അയ്യോ നിങ്ങൾ മോശമാണെന്ന് പറയുകയല്ല മക്കളെ. നിങ്ങൾ ചിലപ്പോൾ ഇതിനു മുൻപ് ഈ കാര്യങ്ങളൊന്നും കണ്ടിട്ടുണ്ടാവില്ല. ആ ലൈവിൽ ജസ്റ്റ് ഇങ്ങനെ കണ്ടു, അതങ്ങനെ മറന്നു പോയിട്ടുണ്ടാവാം. സോ അങ്ങനെ അത് യാഥാർത്ഥ്യമാണ്, അങ്ങനെ സംഭവിക്കാം. മനുഷ്യന്മാരാണ്, റോബോട്ടുകളല്ല. എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യണമെന്നില്ല. ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് എന്നതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവരുടെയും തലയ്ക്കകത്തത് കയറിയിട്ട് നിങ്ങൾ എല്ലാവരും ഉത്തരം എഴുതണമെന്നുമില്ല. അങ്ങനെയൊന്നുമില്ല. നമുക്ക് എങ്ങനെ വാശി പിടിക്കാനൊന്നും സാധിക്കില്ല. എങ്കിൽ പോലും നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. അഥവാ ലാസ്റ്റ് മൊമെന്റ് ലൈവിൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളും കാണും, അതെല്ലാം പരീക്ഷയ്ക്ക് വരും. പക്ഷേ അതിന് ഉത്തരം എഴുതണമെങ്കിൽ നിങ്ങൾ അതിന് മുൻകൂട്ടി ആ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചിരിക്കണം. എങ്കിലേ ലാസ്റ്റ് മൊമെന്റ് ലൈവ് കൂടി കാണുമ്പോൾ അതൊക്കെ ഒന്ന് ബ്രഷപ്പ് ചെയ്ത് തലയ്ക്കകത്ത് ഒന്നുകൂടി ഇഞ്ചക്ട് ചെയ്യപ്പെടുന്നുള്ളൂ. സോ അങ്ങനത്തെ കുറച്ച് കുട്ടികൾ ഉണ്ടാവും. അവരോട് ഞാൻ പറയുന്നത് അനിയന്മാരെ അനിയത്തിമാരെ, അങ്ങനെ ഒരു തെറ്റ് നിങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ അടുത്ത പരീക്ഷയിൽ ആ തെറ്റ് നിങ്ങൾ വരുത്തരുത്. കെമിസ്ട്രിയിലാണെങ്കിലും നിങ്ങൾ ആ തെറ്റ് വരുത്തരുത്. ജസ്റ്റ് നമ്മുടെ ഈ പറഞ്ഞ 100% ഷുവർ ക്വസ്റ്റ്യൻസിന് മുൻപായിട്ടെങ്കിലും ജസ്റ്റ് എല്ലാ ചാപ്റ്ററും ഒന്ന് മറിച്ച് നോക്കുക, ഓടിച്ച് റിവൈസ് ചെയ്യുക, എന്നിട്ട് ഷുവർ ക്വസ്റ്റ്യൻസ് കാണുക. രാവിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ കാണുക. ക്ലിയർ അല്ലേ? ഫൈൻ, ഓക്കെ. ഫൈൻഡ് ദ പൊസിഷൻ ഓഫ് ദ കണക്ടിങ് ദ മെയിൻ ഫ്യൂസ്. മെയിൻ ഫ്യൂസ് എവിടെ കണക്ട് ചെയ്യാം? മെയിൻ ഫ്യൂസ് ആദ്യം തന്നെ വാട്ട് അവർ മീറ്റർ കഴിഞ്ഞാൽ അടുത്തത് എന്താ കണക്ട് ചെയ്യേണ്ടത്? മെയിൻ ഫ്യൂസ് ആണ്. ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട, വയ്യ. അടുത്ത് റൈറ്റ് 2 നെയിംസ് ഓഫ് ദ ഡിവൈസ് കണക്റ്റഡ് ഇൻ സീരീസ് ഇൻ എ സർക്യൂട്ട്. നമുക്കറിയാം സീരീസ് ആയിട്ട് ഈ സർക്യൂട്ടിൽ കണക്ട് ചെയ്യുന്ന ഉപകരണങ്ങൾ ഏതാണ്? ഇന്നലത്തെ ലൈവിൽ പറഞ്ഞു തന്ന കാര്യമാണ്. ഏതൊക്കെയാണ് മക്കളെ? ഒരു സംശയം വേണ്ട. ഒന്നാമത്തെ ഫ്യൂസ് ആണ്. മെയിൻ ഫ്യൂസ് നമുക്ക് അങ്ങനെ കണക്ട് ചെയ്യാം. സ്വിച്ച് നമുക്ക് കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ വേണമെങ്കിൽ റെഗുലേറ്ററും കണക്ട് ചെയ്യാം. ഇന്നലെ പഠിപ്പിച്ചെന്ന കാര്യമാണ്. സ്വിച്ച്, മെയിൻ ഫ്യൂസ്, റെഗുലേറ്റർ, ഈ 3 നമുക്ക് സീരീസ് ആയിട്ട് ഘടിപ്പിക്കാവുന്നതാണ് കേട്ടോ. അടുത്ത ഇതിന് സമാനമായ ചോദ്യങ്ങൾ 2 ചോദ്യങ്ങൾ ഇന്നലെ പഠിപ്പിച്ചു തന്നായിരുന്നു. ഇതിനേക്കാളും കോംപ്ലിക്കേറ്റഡ് ആയ ഒരു ക്വസ്റ്റ്യൻ പഠിപ്പിച്ചു തന്നു. വളരെ എളുപ്പമുള്ള ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ഒരു ക്വസ്റ്റ്യൻ പഠിപ്പിച്ചു തന്നു. എനർജി കണ്ടുപിടിക്കേണ്ട ചോദ്യം, നിസ്സാരമായ ചോദ്യമാണ്. എല്ലാവർക്കും ഇത് അറിയേണ്ട ചോദ്യമാണ്. സെറ്റ് അല്ലേ? വാടാ മക്കളെ. സോ എന്താണ് എനർജി? ഈക്വൽ ടു പവർ ഇൻറ്റു ടൈം ഡിവൈഡഡ് ബൈ 1000. ഇതാണ് ഫോർമുല എന്ന് പറയുന്നത്. സോ എനർജി ഈക്വൽ ടു പവർ, എല്ലാത്തിന്റെയും മണിക്കൂർ കൊണ്ടും എണ്ണം കൊണ്ടും പവർ കൊണ്ടും ഗുണിക്കുക, ആഡ് ചെയ്യുക. 4 LED ബൾബ്, അപ്പൊ 4 ഇൻറ്റു ഒരെണ്ണത്തിന്റെ പവർ 15, എത്ര മണിക്കൂർ? 4 മണിക്കൂർ. പ്ലസ് അടുത്ത ഡിവൈസ് എന്താണ്? 4 ഫാൻ ഉണ്ട്, 4 ഇൻറ്റു ഒരെണ്ണത്തിന്റെ പവർ 60, എത്ര മണിക്കൂർ പ്രവർത്തിക്കുന്നു? 6 മണിക്കൂർ. പ്ലസ് ഒരു TV ഉണ്ട്. സോ 1 ഇൻറ്റു അതിന്റെ പവർ 50, എത്ര മണിക്കൂർ പ്രവർത്തിക്കുന്നു? 4 മണിക്കൂർ. ഡിവൈഡഡ് ബൈ എത്ര ചെയ്യണം? 1000. സോ എനർജി ഈക്വൽ, ഞാനൊന്ന് കാൽക്കുലേറ്റ് ചെയ്യട്ടെ. ഒന്ന് മൊബൈൽ എടുത്ത് കാൽക്കുലേറ്റ് ചെയ്യാണ്, കാരണം സമയമില്ലാത്തതുകൊണ്ടാണ്. ഞാൻ അല്ലെങ്കിൽ പതിയൊക്കെ ഇരുന്ന് നോക്കാം, പക്ഷെ അതിനുള്ള സമയമില്ല. 4 ഇൻറ്റു 15 ഇൻറ്റു 4, 240 കേട്ടോ. സോ 240 പ്ലസ് അടുത്തത് 4 ഇൻറ്റു 60 ഇൻറ്റു 6, 1440 പ്ലസ് 50 ഇൻറ്റു 4, 200. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. 200 ഡിവൈഡഡ് ബൈ 1000. ആൻസർ എത്ര വരൂടാ? 240 പ്ലസ് 1440 പ്ലസ് 200 ഡിവൈഡഡ് ബൈ 1000. ആൻസർ എത്രയാണ്? 1.88 kWh. ഇത് തെറ്റിക്കണ്ട മക്കളെ, തെറ്റിച്ചിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ശരിയായിട്ട് ഇതിന് ഉത്തരം എഴുതി എന്ന് വിശ്വസിക്കുന്നു. കാരണം അത്രയും ഞാൻ പഠിപ്പിച്ചു തന്ന ചോദ്യമാണ്. ഇതൊക്കെ തെറ്റിച്ചു വെച്ചാൽ എനിക്ക് വളരെ മോശമാവേ. കാരണം അത്രയും എഫേർട്ട് ഇട്ട് ഞാൻ ഇതിന് സമാനമായി 2 ചോദ്യങ്ങൾ പഠിപ്പിച്ചു. ഒരു 750 2 മണിക്കൂറിന്റെ ചോദ്യം പഠിപ്പിച്ചിട്ട് ഉത്തരം 1.5 kWh കിട്ടിയത് ഓർമ്മയുണ്ട? സോ അതുപോലെ തന്നെ ഇതേപോലെ കോംപ്ലിക്കേറ്റഡ് ആയ ഒരു ചോദ്യം ചെയ്തിട്ട് ഒരു ദിവസത്തെയും ഒരു മാസത്തെയും കാൽക്കുലേറ്റ് ചെയ്ത് ഓർമ്മയുണ്ട? സോ ഇതൊക്കെ ഇന്നലത്തെ ലൈവിൽ ചെയ്താണ്. ഈ ചോദ്യം നിങ്ങൾ എല്ലാവരും ഉത്തരം പറഞ്ഞിട്ടുണ്ടാവും, ഉത്തരം എഴുതിയിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. തെറ്റിക്കാതെ ഉത്തരം എഴുതിയിരിക്കണം. ഈ പറഞ്ഞ ഫൈനൽ ആൻസറിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും ഈ മെത്തേഡിലൂടെ പ്രൊസീഡ് ചെയ്യുക. കാൽക്കുലേഷനിൽ തെറ്റു പറ്റാൻ പ്രശ്നമില്ല. പക്ഷേ മെത്തേഡ് നിങ്ങൾ എല്ലാവരും ചെയ്തിട്ടുണ്ടാവും വിശ്വസിക്കുന്നു. പ്രശ്നം ഉണ്ടാവില്ല. അടുത്ത ചോദ്യം തുടർന്നു. 15ാമത്തെ ചോദ്യം സിമ്പിൾ ആയ ചോദ്യമാണ്. ഫസ്റ്റ് ചാപ്റ്റർ ഓറിയന്റഡ് ആയ ക്വസ്റ്റൻ ആണ്. വാട്ട് ചേഞ്ച് വിൽ ഹാപ്പൻ ടു ദ ബ്രൈറ്റ്നസ് ഓഫ് ദ ബൾബ്? ബൾബിന്റെ പ്രകാശത്തിന് എന്ത് മാറ്റമാണ് സംഭവിക്കുക? ഇഫ് 12 ohm റെസിസ്റ്റർ ഈസ് കണക്റ്റഡ് പാരലൽ ടു 6 ohm റെസിസ്റ്റർ. അതായത് ഈ 6 ohm പ്രതിരോധത്തിന് സമാന്തരമായിട്ട് ഞാനൊരു 12 ohm പ്രതിരോധം വെച്ചു. അപ്പൊ ബൾബിന്റെ പ്രകാശത്തിന് എന്ത് മാറ്റമാണ് സംഭവിക്കുക? ഇപ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയായിരിക്കും? നമുക്ക് ഫോർമുല അറിയാം. R1 R2 ഡിവൈഡ് ബൈ R1 പ്ലസ് R2. അതായത് 12 ഇൻറ്റു 6 ഡിവൈഡഡ് ബൈ 12 പ്ലസ് 6 ഈക്വൽ എത്രയാടാ? 72 ഡിവൈഡ് ബൈ 18. ഇപ്പൊ റെസിസ്റ്റൻസ് എത്രയായി? 4 ohm ആയി. സോ റെസിസ്റ്റൻസ് കുറഞ്ഞു, ശരിയല്ലേ? 6 ohmൽ നിന്ന് റെസിസ്റ്റൻസ് കുറയാണ് ചെയ്യുക. ആദ്യമുള്ള റെസിസ്റ്റൻസ് 6 ohm ആയിരുന്നു. നമ്മൾ പാരലൽ ആയിട്ട് 12 ohm കണക്ട് ചെയ്തപ്പോൾ റെസിസ്റ്റൻസ് എത്രയായി കുറഞ്ഞു? 4 ohm ആയിട്ട് കുറഞ്ഞു. റെസിസ്റ്റൻസ് കുറഞ്ഞാൽ കറണ്ട് കൂടില്ലേ? കറണ്ട് കൂടിക്കഴിഞ്ഞാൽ ബ്രൈറ്റ്നസ് എന്ത് ചെയ്യും?
ബ്രൈറ്റ്നസ് കൂടും, സംശയം വേണ്ട. ബ്രൈറ്റ്നസ് വിൽ ഇൻക്രീസസ്. സെറ്റ്. അടുത്ത, വാട്ട് ഈസ് ദ റീസൺ ഫോർ ചേഞ്ച് ഇൻ ബ്രൈറ്റ്നസ് ഓഫ് ദ ബൾബ്? കാരണം ഞാൻ പറഞ്ഞു റെസിസ്റ്റൻസ് കുറഞ്ഞു, അതുകൊണ്ടാണ് ബ്രൈറ്റ്നസ് കൂടിയിരിക്കുന്നത്. ഇത് എഴുതിയാൽ മതി, മാർക്ക് കിട്ടും. ഇത് എഴുതിയാൽ മാർക്ക് കിട്ടും, ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ അത്രയും നല്ലത്. കാൽക്കുലേറ്റ് ചെയ്യാതെ സിംപ്ലി റെസിസ്റ്റൻസ് കുറയും, കറണ്ട് കൂടും, ബ്രൈറ്റ്നസ് കൂടും എന്ന് എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. സീനില്ല, ചില്ലായിട്ടിരിക്കുക. അടുത്ത, different uses of different types of mirrors are given below. Which speciality of the image formation by each mirror is made use of this context? അതായത് ഓരോ മിറേഴ്സിന്റെ അപ്ലിക്കേഷൻ നൽകിയിരിക്കുന്നത്, അതിന്റെ കാരണം എന്തുകൊണ്ട് ഇവിടെ നമ്മൾ അത് ഉപയോഗിക്കുന്നു എന്ന കാര്യമാണ് ചോദിക്കുന്നത്. പ്ലെയിൻ മിറർ ഈസ് യൂസ്ഡ് ഫോർ ഒബ്സർവിംഗ് ഫേസ്. അതിന്റെ കാരണം എന്താണ്? നമ്മൾ എപ്പോഴും പറയാറുള്ള കാര്യമാണ്, പ്ലെയിൻ മിററിന്റെ ഇമേജ് ഫോർമേഷൻ പഠിച്ച കാര്യമാണ്. അതിന്റെ പ്രോപ്പർട്ടീസ് എല്ലാം ഓർമ്മയുണ്ടല്ലോ. നമ്മുടെ അതേ വലുപ്പമുള്ള ഇമേജ് ആണ് നമുക്ക് ലഭിക്കുക, അതേ ഉള്ളൂ. അതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി. അതേ മാർക്ക് കിട്ടും. നമ്മുടെ അതേ വലുപ്പമുള്ള പ്രതിബിംബമാണ് ലഭിക്കുക, സെയിം സൈസ് ഓഫ് ദ ഒബ്ജക്റ്റ് ആണ്. സോ അതാണ് അഡ്വാൻറ്റേജ് എന്ന് പറയുക. അത് എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ബാക്കിയുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട്, അതായത് വെർച്വൽ ആണ്, ഇറക്റ്റ് ആണ്, അങ്ങനത്തെ പ്രോപ്പർട്ടീസ് ഒന്നും അതൊന്നും ഇവിടെ ആവശ്യമില്ല. ജസ്റ്റ് സെയിം സൈസ് ഓഫ് ദ ഒബ്ജക്റ്റ്, അതാണ് അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുക. അടുത്ത, കോൺവെക്സ് മിറേഴ്സ് ആർ യൂസ്ഡ് ആസ് റെയർ വ്യൂ മിറേഴ്സ്. കാരണം ഇതാണ് മാക്സിമം ഫീൽഡ് ഓഫ് വ്യൂ പഠിപ്പിച്ചെന്ന കാര്യമാണ്. മാക്സിമം ഫീൽഡ് ഓഫ് വ്യൂ ആണ് കോൺവെക്സ് മിറേഴ്സിനുള്ളത്. അതുകൊണ്ടാണ് പുറകെ വരുന്ന കുറെ വാഹനങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. മാക്സിമം ഫീൽഡ് ഓഫ് വ്യൂ ആണ്. അടുത്തത്, കോൺകേവ് റിഫ്ലക്ടർ ഈസ് യൂസ്ഡ് ഇൻ ടോർച്ച് ലൈറ്റ്. ഇത് ഞാൻ പഠിപ്പിച്ച് തരാത്ത ചോദ്യമാണ്. പക്ഷെ ടോർച്ച് ലൈറ്റ് അല്ലെങ്കിൽ ടോർച്ച് ഇതിന്റെ അപ്ലിക്കേഷൻ ആണ് പറഞ്ഞു തന്നു. പക്ഷെ അതിന്റെ അഡ്വാൻറ്റേജ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. ആത്മാർത്ഥമായിട്ട് പറയുകയാണ്, ഞാൻ പഠിപ്പിച്ചു തരാത്തൊരു ചോദ്യമായിരുന്നു, ഞാൻ മിസ് ചെയ്തൊരു ക്വസ്റ്റൻ ആയിരുന്നു. സോ അതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ റേസ് എല്ലാം പാരലായിട്ട് പോകും. റേസ് പാരലായിട്ട് പോവാറുണ്ട് ടോർച്ച് ലൈറ്റിന്റെ. സോ അതാണ് അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ. ടോർച്ച് ലൈറ്റിൽ നമ്മൾ കോൺകേവ് മിറേഴ്സ് യൂസ് ചെയ്യാൻ കാരണം റേസ് പാരലായിട്ട് പോകും. അടുത്ത, ഡെന്റൽ ഡോക്ടേഴ്സ് കോൺകേവ് മിറർ യൂസ് ചെയ്യാൻ കാരണം മാഗ്നിഫൈഡ് ആയിട്ട് കാണും, വലുപ്പമുള്ള രീതിയിൽ മാഗ്നിഫൈഡ് ആയിട്ട് കാണും. സോ അതാണ് അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. സോ ഈ കാര്യങ്ങൾ എഴുതി വെക്കുക. ആ ടോർച്ച് ലൈറ്റിന്റെ ഒരു എക്സെപ്ഷൻ ആയിരിക്കും, കാരണം പലപ്പോഴും സ്കൂളിലും ചിലപ്പോൾ പഠിച്ചു തരാനായിരിക്കും. സോ അത് മിസ് ചെയ്തൊരു ചോദ്യമാണ്. സോ ഇനി അടുത്ത ലൈവുകൾ മുതൽ നമ്മൾ അത് പഠിപ്പിച്ചു തരാം. കാരണം ഒട്ടും ഇന്നേ വരെ ഇത്തരം ഒരു ചോദ്യം പരീക്ഷയിൽ ചോദിച്ചിട്ടില്ല. സോ അതുകൊണ്ടാണ് നമ്മൾ സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം നമ്മൾ പഠിപ്പിച്ചു തന്നു. പക്ഷേ ഇത് മിസ് ചെയ്ത ചോദ്യമാണ്, സോറി ഗൈസ്. സോ അടുത്തലോട്ട് കിടക്കുന്നു. നെക്സ്റ്റ് വൺ ശ്രദ്ധിക്കടാ. സിമ്പിൾ ആയൊരു ചോദ്യമാണ്, വലിയ ബുദ്ധിമുട്ടില്ലാത്ത ട്രാൻസ്ഫോമറിന്റെ ഒരു ക്വസ്റ്റൻ ആണ്. പക്ഷെ പലർക്കും ഇത് തെറ്റില്ല, പലർക്കും തെറ്റുപറ്റിയിട്ടുണ്ടാവും. ആത്മാർത്ഥമായി ചോദിക്കുക, ആസ് എ ബ്രദർ ഞാൻ ചോദിക്കുകയാണ്, ഇത് തെറ്റിയില്ലടാ, ഇത് തെറ്റിയിട്ടുണ്ടാവില്ല. അതിന്റെ എന്തായാലും സി ക്വസ്റ്റ്യൻ എങ്കിലും പലർക്കും കുഴപ്പിച്ചിട്ടുണ്ടാവും, പലരുടെയും തെറ്റിയിട്ടുണ്ടാവും. അവിടെയാണ് പ്രശ്നം വരിക. പക്ഷെ ഒന്ന് മനസ്സിലാക്കിയിട്ട് കൂളായിട്ട് ചോദ്യം വായിച്ച് പ്രൊസീഡ് ചെയ്തൊരു കുട്ടിയാണെങ്കിൽ ഇത് തെറ്റില്ല. ഉറപ്പായിട്ട് ഞാൻ പറയുവാണ്, കൂളായിട്ട് ചോദ്യം വായിച്ച് പ്രൊസീഡ് ചെയ്തൊരു കുട്ടിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഇത് തെറ്റില്ല. നമുക്ക് നോക്കാം, നമുക്ക് ഒരുമിച്ച് ചെയ്യാം. എന്തൊക്കെയാണ് നൽകിയിരിക്കുന്നത്? ദ ഇന്റൻസിറ്റി ഓഫ് കറണ്ട് ഇൻ ദ സെക്കൻഡറി, IS അവർ നൽകിയിട്ട് എത്രയാണ്? 2 ആംപിയർ. പ്രൈമറി നൽകിയിട്ടുണ്ട് IP ഈക്വൽ എത്രയാണ്? 1 ആംപിയർ. ഇഫ് ദ വോൾട്ടേജ് അക്രോസ് ദ സെക്കൻഡറി VS നൽകിയിട്ട് എത്രയാണ്? 200 വോൾട്ട്. ഇത്രയും കാര്യങ്ങളാണ് ചോദ്യത്തിൽ നൽകിയിരിക്കുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോമർ ഈസ് ദിസ്? ഒന്ന് ശ്രദ്ധിക്കണം മക്കളെ, ഇത് ഏത് തരം ട്രാൻസ്ഫോമർ ആണ് എന്നതാണ് ചോദ്യം. നമുക്കറിയാം 1 ആംപിയർ കറണ്ടിനെ 2 ആംപിയർ കറണ്ട് ആക്കി മാറ്റുന്നു. അഥവാ IS ഈസ് ഗ്രേറ്റർ ദാൻ IP. ഏതാണ് മക്കളെ? IS ഈസ് ഗ്രേറ്റർ ദാൻ IP എന്ന് പറഞ്ഞാൽ ഏത് ട്രാൻസ്ഫോമർ ആണ്? ഒരു സംശയമില്ല, അത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. യെസ്, ദിസ് ഈസ് എ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. ഒരു തർക്കവും ഇല്ലാത്ത കാര്യമാണ്, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. വാട്ട് ഈസ് ദ പവർ ഗിവിംഗ് ടു ദ പ്രൈമറി ഓഫ് ദ ട്രാൻസ്ഫോമർ? പ്രൈമറിയിലുള്ള പവർ എന്താണ് എന്നാണ് ചോദ്യം. ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറുണ്ട്, ഇന്നലെ കൂടി പറഞ്ഞു, ഇൻപുട്ട് പവറും ഔട്ട്പുട്ട് പവറും സെയിം ആയിരിക്കും. കാരണം നമ്മൾ പഠിക്കുന്ന ട്രാൻസ്ഫോമർ പവർ ലോസ് ഇല്ലാത്ത ട്രാൻസ്ഫോമർ ആണ്. സോ ഇൻപുട്ട് പവറും ഔട്ട്പുട്ട് പവറും സെയിം ആണ്. സോ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ഇൻപുട്ട് പവർ കണ്ടുപിടിച്ചാലും ഔട്ട്പുട്ട് പവർ കണ്ടുപിടിച്ചാലും ഉത്തരം ശരിയാണ്. ഔട്ട്പുട്ട് പവർ ആണെങ്കിൽ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. P out ഈക്വൽ ടു VS IS ആണ്. സോ എന്ത് ചെയ്താൽ മതി? 200 × 2 ചെയ്താൽ മതി. ഉത്തരം 400 വാട്ട്. ഇത് എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. പക്ഷേ സാറേ എനിക്ക് ഇൻപുട്ട് പവർ തന്നെ കണ്ടുപിടിക്കണം, ഞാൻ പ്രൈമറി വോൾട്ടേജ് കണ്ടുപിടിച്ചിട്ടാണ് ഇൻപുട്ട് പവർ കണ്ടുപിടിച്ചത് എന്ന് പറയുന്ന കുട്ടികൾ ഉണ്ടാവും. സോ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് സപ്പോസ് P ഇൻപുട്ട് ഈക്വൽ ടു VP IP ഉപയോഗിച്ചാണ് ഞാൻ ചെയ്തത് എന്ന് പറയുന്ന കുട്ടികൾ ഉണ്ടാവും. സോ നമ്മുടെ കയ്യിൽ VP ഇല്ല, സോ ഞാൻ VP കണ്ടുപിടിച്ച് ചെയ്തു എന്നൊക്കെ പറയുന്ന ആളുകൾ ഉണ്ടാവും. നമുക്ക് നോക്കാം, വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. നമുക്കറിയാം VS/VP ഈക്വൽ ടു IP/IS ആണ്. അങ്ങനെയാണെങ്കിൽ VP ഈക്വൽ ടു എന്ത് വരും? VS × IS / IP എന്ന് വരും. സോ VS എത്രയാണ്? VS എന്ന് പറഞ്ഞു വെച്ചാൽ നോക്കണം മക്കൾ, എല്ലാവരും ശ്രദ്ധിക്കണം. VS ഈക്വൽ ടു 200 ആണ്. സോ 200 × ശ്രദ്ധിക്കുക, 200 × IS എത്രയാണ്? 2 ആണ്. / IP എത്രയാണ് മക്കളെ? 1 ആണ്. അപ്പോൾ എത്ര കിട്ടി? 400 വോൾട്ട് എന്ന് കിട്ടി. സോ പ്രൈമറി വോൾട്ടേജ് 400 വോൾട്ടാണ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ വേണമെങ്കിൽ ഇൻപുട്ട് പവർ കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് VP/IP. പ്രൈമറി വോൾട്ടേജ് എത്രയാണ്? 400 ആണ്. പ്രൈമറി കറണ്ട് എത്രയാണ്? 1 ആണ്. അപ്പോഴും ഉത്തരം എത്ര തന്നെയാണ്?
400 വാട്ട് തന്നെയാണ്. സോ എങ്ങനെ കണ്ടുപിടിച്ചാലും ഉത്തരം സെയിം തന്നെയാണ്. ഇതേപോലുള്ള ചോദ്യങ്ങൾ പഠിക്കേണ്ടതാണെന്ന് പലകുറി ഞാൻ പറഞ്ഞു തന്നാണ്. പവർ ഓറിയന്റഡ് ചോദ്യങ്ങൾ, ആ പവറിനെ പറ്റി വ്യക്തമായ ധാരണയും ഇന്നലത്തെ ലൈവിൽ ഞാൻ പറഞ്ഞു തന്നാണ്. പവർ നഷ്ടമില്ലാത്ത ട്രാൻസ്ഫോമർ ആണ്. സോ ഇൻപുട്ട് പവറും ഔട്ട്പുട്ട് പവറും ഈക്വൽ ആയിരിക്കും. സോ ഏത് കണ്ടുപിടിച്ചാലും ഉത്തരം 400 ആണ്. സോ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. സി ക്വസ്റ്റ്യൻ, അതാണ് നിങ്ങളെ പലരെയും കുഴപ്പിച്ചിട്ടുണ്ടാവുക. Find how many times the number of turns of primary turns when compared to the secondary turn. പ്രൈമറിയിൽ സെക്കൻഡറിയെ കമ്പയർ ചെയ്യുമ്പോൾ എത്രത്തോളം നമ്പർ ഓഫ് ടേൺസ് കൂടുതലാണ് എന്നാണ് ചോദ്യം. സിമ്പിൾ ആണ് മക്കളെ, വളരെ സിമ്പിൾ ആണ് മക്കളെ. ഒന്ന് ആലോചിക്കണം. നമുക്ക് അറിയുന്ന ഇക്വേഷൻ ആണ് NS/NP ഈക്വൽ ടു എന്താടാ? VS/VP ആണ്. ശരിയല്ലേ? NS/NP ഈക്വൽ ടു VS/VP അല്ല. നമുക്ക് വേണമെങ്കിൽ പ്രൈമറിയിൽ എത്രത്തോളം കൂടുതലാണെന്നല്ലേ പറയുന്നത്. സോ NP/NS ഈക്വൽ ടു എന്ത് എഴുതാം? VP/VS എന്ന് എഴുതാലോ. സിമ്പിൾ. VP/VS എത്രയാണ്? VP എത്രയാണ്? VP എന്ന് പറഞ്ഞു വെച്ചാൽ കണ്ടുപിടിച്ചു എത്രയാണ്? 400 അല്ലടാ. സോ 400. അപ്പൊ 400/VS എത്രയാണ് മക്കളെ? VS എന്ന് പറഞ്ഞാൽ 200 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2/1. ഇതാണ് റേഷ്യോ. സോ 2:1. അഥവാ പ്രൈമറിയിൽ സെക്കൻഡറിയേക്കാളും ഇരട്ടി ടേൺസ് ആണ് ഉണ്ടാവുക. പ്രൈമറിയിൽ സെക്കൻഡറിയേക്കാളും ഇരട്ടി ടേൺസ് ആണ് ഉണ്ടാവുക. 2:1 ആണ് റേഷ്യോ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? പ്രൈമറിയിലുള്ള ടേൺസ് സെക്കൻഡറിയിലുള്ള ടേൺസിന്റെ ഇരട്ടിയാണ്. സിമ്പിൾ ചോദ്യമാണ്. ഒന്ന് കൺസെപ്റ്റ് ഒന്ന് ലോജിക്കും ഉപയോഗിച്ചാൽ പെട്ടയ്ക്കാൻ പറ്റുന്ന ചോദ്യമാണ്. വലിയ തലയിൽ ആൾതാമസം ഒന്നും വേണ്ട. സിമ്പിൾ ആയി ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ചോദ്യം. ജസ്റ്റ് ഒരു ലോജിക്ക് മാത്രം മതി. അടുത്തിലൂടെ പറഞ്ഞാലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതും പലരും തെറ്റിക്കാൻ സാധ്യതയുള്ള, പലരും തെറ്റിച്ചിട്ടുള്ള ഒരു ചോദ്യമായിരിക്കും. കാരണം ന്യൂമറിക്കൽസ് ഒക്കെ വരുമ്പോൾ സാറെ പതറി പോവാ സാറേ. നമ്മൾ എത്ര പഠിച്ചിട്ടും സാറ് തന്ന എല്ലാ ചോദ്യങ്ങളും ചെയ്യാൻ എനിക്കറിയാം. പക്ഷെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ചോദ്യം കാണുമ്പോൾ ഞാൻ ആകെ ഔട്ട് ആവുന്നു സാർ. പറ്റണില്ല സാർ. ന്യൂമറിക്കൽസ് ഒന്നും എത്ര പഠിച്ചിട്ടും ആ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എനിക്ക് മൈനസാ പ്ലസ്സാ ആ ഇക്വേഷൻ ഒക്കെ മാറിപ്പോണു സാർ. അങ്ങനെ തൊന്തരവാണ് എന്ന് പറയുന്ന കുട്ടികളുണ്ടാവും. എനിക്കറിയാം, മനസ്സിലാക്കാൻ പ്രശ്നമില്ല. പക്ഷെ ഇപ്പൊ മാർക്ക് കുറഞ്ഞാലും പ്രശ്നമില്ല. അടുത്ത പരീക്ഷകളിൽ ആ തെറ്റ് ആവർത്തിക്കാതെ മനസ്സിലാക്കി തന്നെ പഠിക്കണം. അതേ എനിക്ക് പറയാനുള്ളൂ. നമുക്ക് നോക്കാം. പറയാം മക്കളെ. ഓൺ പ്ലേസിംഗ് ആൻ ഒബ്ജക്ട് ഓഫ് ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്ട് അവർ നൽകിയിട്ടുണ്ട് 9 സെന്റിമീറ്റർ അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 20 സെന്റിമീറ്റർ. അപ്പൊ U ഈക്വൽ ടു -20 സെന്റിമീറ്റർ ആണ്. ഓൺ എ സ്പെറിക്കൽ മിറർ ഇൻ ആൻ ഇറക്റ്റ് ഇമേജ് ഓഫ് ഹൈറ്റ് 18 സെന്റിമീറ്റർ. അടിപൊളി. ഇമേജ് ഇറക്റ്റ് ആണ്. സോ 18 സെന്റിമീറ്റർ ഉള്ള ഇറക്റ്റ് ഇമേജാ ഫോം ചെയ്തത്. ഒരു സ്പെറിക്കൽ മിററിൽ 18 സെന്റിമീറ്റർ ഉയരമുള്ള ഇറക്റ്റ് ഇമേജ് ഫോം ചെയ്തു. ഇറക്റ്റ് ഇമേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വെർച്വൽ ഇമേജ് ആണ്. ശ്രദ്ധിക്കുക, അത് വെർച്വൽ ഇമേജ് ആണ് ഫോം ചെയ്തത്. നിങ്ങൾ മനസ്സിലാക്കുക ആദ്യം. വെർച്വൽ ഇമേജ് ഏതൊക്കെ മിററുകളിലാണ് വെർച്വൽ ഇമേജ് ഫോം ചെയ്യുക? അത് പ്ലെയിൻ മിററിൽ ഫോം ചെയ്യാം, കോൺകേവിൽ ഫോം ചെയ്യാം, കോൺവെക്സിൽ ഫോം ചെയ്യാം. മൂന്നിലും വെർച്വൽ ഇമേജ് ഫോം ചെയ്യാം, ഡൗട്ടില്ല. പക്ഷെ നിങ്ങളിവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഹൈറ്റ് ഓഫ് ദി ഇമേജ് ഈസ് ഗ്രേറ്റർ ദാൻ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ആണ്. നോക്കടാ, ഇമേജിന്റെ ഹൈറ്റ് 12 സെന്റിമീറ്ററും ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് 9 സെന്റിമീറ്ററുമാണ്. ഒബ്ജക്റ്റിനേക്കാളും വലിയ ഇറക്റ്റ് ഇമേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏത് മിററിലാണ് മക്കളെ? നമ്മൾ പഠിച്ചതല്ലടാ, അത് കോൺകേവ് മിററിലല്ലേ. ഫോക്കസിനും പോളിനും ഇടയിൽ കൊണ്ടുപോയി വെക്കുമ്പോൾ മാഗ്നിഫൈഡ് ആയ, ലാർജ് ആയ, വലുപ്പം കൂടിയ വെർച്വൽ ഇമേജ് ഫോം ചെയ്യുന്നത് ഏതിലാണ് മക്കളെ? അത് കോൺകേവിലാണ്. സോ ഉത്തരം എന്താണ്? കോൺകേവ്. സോ എ ചോദ്യത്തിന് ഉത്തരം കോൺകേവ് മിറർ തന്നെയാണ്, ഒരു സംശയവും വേണ്ട. ബി ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദ മിറർ. ഇതിന്റെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കണം. എന്താണ് കണ്ടുപിടിക്കണം? ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കണം. നമ്മുടെ കൈവശം ഒന്നുമില്ല, വെറും ഉള്ളത് എന്താണ്? ഈ പറയുന്ന U ആണ്. U വെച്ച് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാൻ പറ്റുമോ? പറ്റില്ല. സോ ആദ്യം നമുക്ക് മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിച്ചിട്ട് മാഗ്നിഫിക്കേഷനും യുവും ഉപയോഗിച്ച് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാം. സിമ്പിൾ അല്ലേ? സോ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാം. മാഗ്നിഫിക്കേഷൻ ഈക്വൽ ടു -V/U ആണ്. സോ അതാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. പക്ഷെ നമുക്ക് ആദ്യം മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാൻ HI/H0 യൂസ് ചെയ്യാം. HI എത്രയാണ്? 18 ആണ്. H0 എത്രയാണ്? 9 ആണ്. സോ ഉത്തരം എത്ര വരും? 2 എന്ന് കിട്ടും. സോ മാഗ്നിഫിക്കേഷൻ 2. മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആണെങ്കിൽ വെർച്വൽ ഇമേജ് ആണ് എന്ന കാര്യം തിരിച്ചറിയാം. സോ മാഗ്നിഫിക്കേഷൻ എത്രയാണ്? 2 ആണ്. ഈ മാഗ്നിഫിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് ഇമേജ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. നമുക്കറിയാം M ഈക്വൽ ടു -V/U ആണ്. സോ മൈനസ് ഓഫ് V എത്രയാടാ? V ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? അപ്പൊ -V. U എത്രയാണ് മക്കളെ? U -20. സോ 2 ഈക്വൽ ടു -V ഡിവൈഡഡ് ബൈ -20 എന്ന് വരും. സോ -40 ഈക്വൽ ടു -V എന്ന് വരും. ദെർഫോർ V ഈക്വൽ ടു എത്ര വരും? 40 സെന്റിമീറ്റർ. പോസിറ്റീവ് ആയിരിക്കും, കാരണം വെർച്വൽ ഇമേജ് അല്ലേ. സോ V ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടി? 40 സെന്റിമീറ്റർ എന്ന് കിട്ടി, കാരണം പോസിറ്റീവ് ആയിരിക്കും, ബിക്കോസ് ഇറ്റ് ഈസ് എ വെർച്വൽ ഇമേജ്. സോ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് നമ്മുടെ ഇമേജ് ഡിസ്റ്റൻസ് കിട്ടി. അത് 40 സെന്റിമീറ്റർ ആണ്. അതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അല്ല, നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആണ്. ശരിയല്ലേ? ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്, സോറി,
കാൽക്കുലേറ്റ് ഫോക്കൽ ലെങ്ത്. ഫോക്കൽ ലെങ്ത് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഫോക്കൽ ലെങ്ത്, അതിനുശേഷം ഇമേജ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാം. സിമ്പിൾ അല്ലേ? ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാൻ പാടാ മക്കളെ. F=UV ഡിവൈഡഡ് ബൈ U+V ആണ്. U എത്രയാണ്? U എന്ന് പറഞ്ഞു വെച്ചാൽ -20. -20 × V എത്രയാണ്? 40 ഡിവൈഡഡ് ബൈ -20 + 40 എന്ന് വരും. ഈക്വൽ ടു എത്രയാണ് വരിക? 800 -800 ഡിവൈഡഡ് ബൈ 20 എന്ന് വരും. വെട്ടിക്കളയട്ടെ. വെട്ടിക്കളഞ്ഞാൽ -40 എന്ന് വരും. ഫോക്കൽ ലെങ്ത് എത്രയാണ്? -40. ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് തന്നെയായിരിക്കും, കാരണം കോൺകേവ് മിറർ അല്ലേ. സോ ഫോക്കൽ ലെങ്ത് ഈക്വൽ ടു -40 എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുക. കൃത്യമായിട്ട് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഫോക്കൽ ലെങ്ത് കണ്ടുപിടിച്ചു, ഇമേജിന്റെ ദൂരവും കണ്ടുപിടിച്ചു, അതുപോലെ തന്നെ മാഗ്നിഫിക്കേഷൻ എല്ലാം നമ്മൾ കണ്ടുപിടിച്ചു, ഏത് തരം മിറർ ആണ് എന്ന കാര്യവും കണ്ടുപിടിച്ചു. ഇത്തരം ചോദ്യങ്ങൾ പരീക്ഷയിൽ ചോദിക്കാം. ഒന്ന് പതിയെ ആലോചിച്ച് സമാധാനത്തോടെ ചെയ്താൽ നമുക്ക് ഉത്തരം ലഭിക്കുന്ന ഒരു ചോദ്യമാണ്. സിമ്പിൾ ആയിട്ട് നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്താൽ മാത്രം മതി. റൈറ്റ്. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ അല്ല, ഇനി ഒരു ചോദ്യം കൂടിയുണ്ട്. ഇത് സിമ്പിൾ ആയ ചോദ്യമാണ്. ഇതാണ് നമ്മുടെ നോർമൽ. നമുക്ക് എല്ലാവർക്കും അറിയാം നോർമൽ ഇതാണ്. സോ ഒരു ലൈറ്റ് വന്ന് ഇൻസിഡൻസ് ചെയ്യുന്ന ആംഗിൾ അല്ല നൽകിയിരിക്കുന്നത്. നോർമലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം. ഇത് 48 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 42 ആയിരിക്കും. കാരണം 42 അല്ലേ, ടോട്ടൽ 90 അല്ലേ. സോ 42 ഡിഗ്രി. 42 ഡിഗ്രിയിൽ ഇൻസിഡൻസ് ചെയ്തപ്പോൾ അത് സെപ്പറേഷനിലൂടെ പോയി, അഥവാ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എത്രയായിരുന്നു? ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രിയാണ്. ശരിയല്ലേ? ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആണെങ്കിൽ അവിടെ ഇൻസിഡൻസ് ചെയ്തിരിക്കുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ ആംഗിൾ അല്ലേ മക്കളെ? അത് ക്രിട്ടിക്കൽ ആംഗിൾ ആണ്. സോ ആരിന്റെ ക്രിട്ടിക്കൽ ആംഗിൾ ആണ് 42 ഡിഗ്രി? ആരിന്റെ ക്രിട്ടിക്കൽ ആംഗിൾ ആണ് 42 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഒരു സംശയവും വേണ്ട, അത് ഗ്ലാസിന്റെയാണ്. സോ മീഡിയം 1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അത് ഗ്ലാസ് ആയിരിക്കും. മീഡിയം 2 എന്തായിരിക്കും? അത് എയർ ആയിരിക്കും. മീഡിയം 2 എയർ ആയിരിക്കും. സോ ഗ്ലാസിന്റെ ക്രിട്ടിക്കൽ ആംഗിൾ ആണ് 42 ഡിഗ്രി എന്ന് പറയുക. സോ മീഡിയം 1 എന്ന് പറഞ്ഞാൽ ഗ്ലാസ് ആണ്, മീഡിയം 2 എന്ന് പറഞ്ഞാൽ എയർ ആണ്. സിമ്പിൾ ആയിട്ട് മാർക്ക് നേടാൻ പറ്റുന്ന ചോദ്യമാണ്. ഈസി ആയിട്ട് അടിച്ചെടുക്കാൻ പറ്റുന്ന ചോദ്യമാണ്. വെരി ഇമ്പോർട്ടന്റ്. റൈറ്റ്. അടുത്തതിലോട്ട് കടന്നാലോ? നെക്സ്റ്റ് വൺ നമ്മുടെ ജൂൾസ് ലോ ഓറിയന്റഡ് ആയ ചോദ്യമാണ്. ലാസ്റ്റ് ക്വസ്റ്റൻ ആണ്, ശ്രദ്ധിക്കടാ. വാട്ട് ഡു യു മീൻ ബൈ ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ്? നമുക്ക് എല്ലാവർക്കും അറിയാം ജൂൾസ് ലോന്റെ ഇക്വേഷൻ H=I²RT. അത് നമ്മൾ ഇന്നലെ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യമാണ്. ഒരു താപനം, എന്തായാലും ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് ഒഴുകുകയാണ്, അതിന്റെ പ്രതിരോധം R ആണ്. T സമയത്തോട്ടാണ് കറണ്ട് ഒഴുകുന്നതെങ്കിൽ അവിടെ ഉണ്ടാവുന്ന താപോർജ്ജം എന്ന് പറയുന്നത് കറണ്ടിന്റെ സ്ക്വയറിന്റെയും പ്രതിരോധത്തിന്റെയും അതുപോലെ തന്നെ സമയത്തിന്റെയും ഗുണനഫലത്തിന് തുല്യമായിരിക്കും എന്ന കാര്യം പഠിച്ചതാണ്. സോ H=I²RT ആണ് നമ്മുടെ ഇക്വേഷൻ. കൃത്യമായിട്ട് പഠിക്കുക. വെരി ഇമ്പോർട്ടന്റ്. അത് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടിയിട്ടുണ്ടാവും. എന്നിട്ട് ആ സ്റ്റേറ്റ്മെന്റ് തിയററ്റിക്കലി ഒന്ന് എഴുതിയിട്ടുണ്ടാവണം. അടുത്ത കാൽക്കുലേറ്റ് ദ ഹീറ്റ് ഡെവലപ്ഡ്. ഹീറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. റെസിസ്റ്റൻസ് നമുക്ക് നൽകിയിട്ടുണ്ട് 92 ഓം ആണ്. വോൾട്ടേജ് നൽകിയിട്ടുണ്ട് 230 വോൾട്ട് ആണ്. സമയം നൽകിയിട്ടുണ്ട് 14 മിനിറ്റ് ആണ്. മിനിറ്റിന് സെക്കൻഡിലോട്ടാക്കണ്ടേ? 14 × 60 എത്രയാടാ? ഒന്ന് കാൽക്കുലേറ്റർ എടുക്കുന്നുണ്ട്, അല്ലെ സമയം കുറച്ച് പോവും. സിംപ്ലി ഒന്ന് കാൽക്കുലേറ്റർ എടുക്കുന്നുണ്ട്. 14 × 60 എത്രയാണ് മക്കളെ? 840 ആണെടാ. ശരിയല്ലേ? 16 × 60. അതെന്താ ഓരോന്ന് വരുന്നത്? 14 × 60 840. 840 സെക്കൻഡ് ആണ് ഉത്തരം എന്ന് പറയുന്നത് കേട്ടോ. സമയം കിട്ടി. നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്ന ഹീറ്റ് അല്ലേ, എല്ലാം ഉണ്ടല്ലേ, ഡയറക്റ്റ് ആയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. സിമ്പിൾ ആയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. H=V²/R × T ആണ്. സോ H= വോൾട്ടേജ് എത്രയാണ്? സമയം കളയുന്നില്ല, 230 ആണ്. സോ 230 × 230 ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് എത്രയാണ്? റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 92 ആണ്. 92 × സമയം എത്രയാണ്? സമയം 840 ആണ്. പഠിക്കാം. സോ എത്രയാണ് ഉത്തരം? നോക്കടാ മക്കളെ. 230 × 230 ഇൻറ്റു 840 ഡിവൈഡഡ് ബൈ 92. ഉത്തരം 483,000 ജൂൾ. 483,000 ജൂളാണ് ഹീറ്റ് കിട്ടുക കേട്ടോ. ഒന്ന് പഠിച്ചു വെച്ചോ, ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്. അടുത്ത പവർ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സിമ്പിൾ ആണ്. പവർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഈ ഇക്വേഷനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. സിംപ്ലി ഇതിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അതല്ല എനിക്ക് ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യാനൊന്നും അറിയില്ലെങ്കിൽ സിംപ്ലി V²/R × R മാത്രം മതി. P=V²/R അഥവാ 230 × 230 ഡിവൈഡഡ് ബൈ 92. ഇത് ചെയ്താൽ മതി. 230 × 230 ഡിവൈഡഡ് ബൈ 92. ഇത് ചെയ്താൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ദാറ്റ് ഈസ് 575 വാട്ട്. ഇതാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുക. കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഒന്നുമില്ല, എത്രയേ ഉള്ളൂ. സോ ഗൈസ്, പരീക്ഷ എങ്ങനെയാണെങ്കിലും നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ കമന്റ് ചെയ്യുക. നമ്മുടെ ലൈവ് ക്ലാസ്സുകൾ എത്രത്തോളം യൂസ്ഫുൾ ആയി എന്ന കാര്യം ഒന്ന് കമന്റ് ചെയ്യുക. പരീക്ഷ പൊട്ടിയവർ ലൈക്ക് അടിക്കുക, അങ്ങനെയുള്ള കമന്റുകളൊന്നും വേണ്ട. കമന്റുകൾ വേണ്ട മീൻസ് നിങ്ങൾ എന്തിനാണ് നെഗറ്റിവിറ്റി സ്പ്രെഡ് ആവും. നിങ്ങൾക്ക് 1-2 ചോദ്യങ്ങൾ ബുദ്ധിമുട്ടാണെങ്കിൽ അത് അടുത്ത പരീക്ഷയിൽ നമ്മൾ ക്രാക്ക് ചെയ്യും. അത്രയേ ഉള്ളൂ. ഹാപ്പി ആയിട്ടിരിക്കുക, ചില്ലായിട്ടിരിക്കുക. അണ്ണൻ കൂടെ ഉണ്ട്, ഡോണ്ട് വറി, ഓൾവേസ് ഹാപ്പി. സോ ഈ പരീക്ഷയിൽ വരുത്തിയ പിഴവുകളൊന്നും അടുത്ത പരീക്ഷയിൽ വരുത്താതെ കുറച്ചുകൂടി ന്യൂമറിക്കൽസിനെ സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യുക. കുറച്ചുകൂടി ന്യൂമറിക്കൽസിന് ഇമ്പോർട്ടൻസ്
ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക, കൺസെപ്റ്റ് ഓറിയന്റഡ് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുക. സോ അടിപൊളിയായിട്ട് പരീക്ഷ എഴുതിയവരെല്ലാവരും താഴെ കമന്റ് ചെയ്യുക. ഇനി ചെറിയ പാളിച്ചകൾ വരുത്തിയ ആളുകളാണെങ്കിൽ എന്താണ് എവിടെയാണ് പ്രശ്നം പറ്റിയത് എന്ന കാര്യം താഴെ ഉറപ്പായും കമന്റ് ചെയ്യാൻ മറക്കരുത് ഗൈസ്. സോ ലവ് യു ആൾ, ടേക്ക് കെയർ. അടുത്ത പരീക്ഷയിൽ കണ്ടുമുട്ടാം, അല്ലെങ്കിൽ അടുത്ത ലൈവുകളിൽ കണ്ടുമുട്ടാം. സോ ലവ് യു ആൾ, ടാറ്റ.